മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ ADGP പോയി കണ്ടത്? അതാണ് എനിക്ക് അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിയോടും ചോദിക്കാനുള്ളത്. ഈ കാര്യത്തിലൊക്കെ കൃത്യമായി ജനങ്ങളോട് അല്ലെങ്കിൽ രാഷ്ട്രീയമായ പ്രതികരണങ്ങൾ വരുമ്പോൾ അവരോട് കൃത്യമായി ഇതാണ് സംഭവിച്ചത്, ഈ കേസിൽ ഇതാണ് സംഭവിച്ചത്, ADGP അങ്ങോട്ടാണ് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ അവരോട് ഇതാണ് സംസാരിച്ചിരിക്കുന്നത് എന്ന് പറയാനാകുമോ? അത് അവഗണിക്കേണ്ടതാണെന്ന് ലാൽകുമാർ നേരത്തെ പറഞ്ഞു. എന്നാലും അതെങ്ങനെയാണ് കാണേണ്ടത്? ഒന്നത്. രണ്ടാമത്തെ കാര്യം, ഗോവിന്ദൻ മാഷ് കൃത്യമായി പറഞ്ഞില്ല എന്നാണ് ഞാൻ കേട്ടത്. ഗോവിന്ദൻ മാഷ് കൃത്യമായി പറയുന്നതാണ്, പാർട്ടിക്ക് BJPയുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല, അത്തരം കാര്യങ്ങളൊന്നും CPM നടത്തിക്കൊണ്ട് പോകുന്നില്ല, ഒരു ഡീലും അവിടെ ഇല്ല, അതിനെക്കുറിച്ച് ചർച്ചയെ വേണ്ട എന്ന് അദ്ദേഹം കൃത്യമായി പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെയും അദ്ദേഹത്തിൻ്റെ പുറകെ അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങി വരുമ്പോഴൊക്കെ ചോദിക്കുമ്പോഴാണ് ADGPയെ കാണുന്നതിൽ എന്താ കുഴപ്പം എന്ന് അദ്ദേഹം ചോദിച്ചിട്ട് കാറി കയറിപ്പോയത്. അത് കൃത്യമാണ്. ADGPക്ക് പിന്നെ ആരെ വേണമെങ്കിലും കാണാം എന്നുള്ളതാണല്ലോ നമ്മുടെ ചർച്ചയുടെ മറ്റൊരു ഭാഗം. അടുത്തത്, ആർക്കും ആരെയും കാണാമെന്ന് മറ്റുള്ളവരും പറഞ്ഞിരിക്കുന്നു, ഒരു വ്യത്യാസവുമില്ല. അത് തന്നെയാണ് ഗോവിന്ദൻ മാഷും പറഞ്ഞത്. EPയെ പുറത്താക്കി മറ്റേ LDF കൺവീനർ സ്ഥാനത്ത് മാറ്റിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ അതിനകത്ത് പ്രതികരിക്കുന്നില്ല. പക്ഷേ അത് EP സർക്കാരിൻ്റെ ഭാഗമല്ല, ADGPയെ പോലൊരു ഉദ്യോഗസ്ഥനല്ല, അദ്ദേഹം രാഷ്ട്രീയമായ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ്. അതിന് കൃത്യമായ പ്രതികരണം ആ പാർട്ടിയിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. N. ശ്രീകുമാർ, ഞാൻ താങ്കളിലേക്ക് വരാം. അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി, താങ്കളുടെ പ്രതികരണം. അല്ല, തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഞാൻ അത് പൂർത്തിയാക്കുകയാണ്. അതായത് ഈ നേരത്തെ പല ആരോപണങ്ങളും ഈ പറയുന്ന പോലെ ചായക്കോപ്പയുടെ കൊടുങ്കാറ്റ് പോലെ അവസാനിച്ചു ഞാൻ സൂചിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ സംഭവ വികാസങ്ങൾക്ക് ADGPയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഈ ആരോപണത്തിന് ഈ പ്രൈമാ ഫെസി കേസ് എന്ന് പോയിട്ട് ഒരർത്ഥവുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. കാരണം ADGP എന്ന് പറയുന്ന വ്യക്തി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ്, ലോ ആൻഡ് ഓർഡർ എന്ന് പറയുമ്പോൾ സംസ്ഥാനത്തെ റൂൾ ഓഫ് ലോയുടെ അധിപനാണ് അദ്ദേഹം സത്യത്തിൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ പലപ്പോഴും ഞങ്ങൾ കോടതിയിലൊക്കെ പലപ്പോഴും പറയാറുണ്ട്. കാരണം ഈ സ്റ്റേറ്റ് ഇൻക്ലൂഡ്സ് എവരിബഡി. കാരണം ഈ അഡീഷണൽ DGP എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിൻ്റെയോ മുഖ്യമന്ത്രിയുടെയോ മാത്രം പ്രതിനിധിയല്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അദ്ദേഹം എല്ലാവരുടെയും ലോ ആൻഡ് ഓർഡർ പരിശോധിക്കേണ്ട, എല്ലാവരുടെയും ലോ ആൻഡ് ഓർഡർ കൺട്രോൾ ചെയ്യേണ്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് സുപ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെ അദ്ദേഹം കാണുന്നതിന് നിയമപരമായി യാതൊരു തടസ്സവുമില്ല. എന്നു മാത്രമല്ല, വ്യക്തിപരമായി അദ്ദേഹത്തിന് ഒരു വ്യക്തിയെ, ഒരു രാഷ്ട്രീയ നേതാവിനെ പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ വേണ്ടി കാണുന്നതിൽ എന്താ തടസ്സം? അല്ല എന്നുണ്ടെങ്കിൽ അതിനെ കണക്ട് ചെയ്യാൻ വേണ്ടി അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു അലിഗേഷൻ, ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള തെളിവ് വേണം. അല്ലാത്തടത്തോളം കാലഘട്ടത്തിൽ ഒരു വ്യക്തി കാണുമ്പോൾ അതിന് മറ്റൊരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുക്കേണ്ട യാതൊരു കാര്യവുമില്ല. പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആരാണ് ഈ ADGP കാണാൻ പോയത് എന്ന് പൊതുസമൂഹത്തിൽ സൂചിപ്പിച്ചത് അൻവർ എന്ന് പറയുന്ന MLA അല്ലേ? അദ്ദേഹം തന്നെ പറയുന്നു ഇത് കാണാൻ പോയത് ഇന്ന കാര്യത്തിന് വേണ്ടിയാണെന്ന്. അപ്പോൾ പ്രഥമ ദൃഷ്ടിയ ഇപ്പോൾ വിശ്വസിക്കപ്പെടേണ്ട ഒരു കേസ് അല്ലെങ്കിൽ ഒരു സംഭവം നമ്മുടെ മുമ്പിലുള്ളത് ഈ ADGP കാണാൻ പോയത് പ്രതിപക്ഷ നേതാവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിനാണ് എന്നുള്ള അലിഗേഷനാണ് ഇപ്പോൾ പ്രധാനമായിട്ടുള്ളത്. മറ്റൊരു കാര്യമേ ഇല്ല. അപ്പോൾ അതിന് മറുപടിയില്ല, ബോധപൂർവം ഇവിടെ അതെ, അതിന് മറുപടിയില്ല. അതെ, അത് ഉന്നയിച്ച് പറഞ്ഞിരിക്കുന്ന അൻവറിൻ്റെ ഒരു ഭാഗം എവിടെ വിശ്വസിക്കാം, മറുഭാഗം വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നത് തങ്ങൾക്ക് അനുകൂലമായ ഭാഗം മാത്രം ഇൻ്റർപ്രറ്റ് ചെയ്ത് അത് അനുകൂലമാക്കാമെന്ന് പറയുന്നത് നമുക്ക് തോന്നുന്നു നിയമമൊന്നും വേണ്ട, കോമൺ സെൻസിന് തന്നെ നിരക്കാത്തതാണെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം പറയുന്ന കുറേ കാര്യങ്ങൾ മാത്രം ശരിയാണ്, കുറേ കാര്യങ്ങൾ ശരിയല്ല എന്ന് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കഴിയും? ഒരു കാര്യം കൂടി ഞാൻ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പിയുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഇന്നിപ്പോ കേട്ട മറ്റൊരു കാര്യമാണ്, ഇതിനകത്ത് ശ്രീ A. വിജയരാഘവൻ ഇന്ന് മാധ്യമങ്ങളോട് ഏറ്റവും അവസാനം പറഞ്ഞത് ഞാൻ കേട്ടതാണ്. അതായത് ചില മാധ്യമ മുതലാളിമാർ, ചില തെറ്റായ രീതിയിൽ പണം സമ്പാദിച്ച ചില മാധ്യമ മുതലാളിമാർ തന്നെ ഇത്തരം കാര്യങ്ങളെ കൊണ്ടുവരുന്നു. അവർ ഈ കാര്യങ്ങളിൽ ഇടപെടുന്നു, അവർ ഉണ്ടാക്കുന്ന ചർച്ചകളായി ഇത് മാറുന്നു. അവരുടെ ചില താല്പര്യങ്ങൾ, വ്യക്തിപരമായ ചില താല്പര്യങ്ങൾ ഇതിനകത്ത് നിഴലിച്ചു നിൽക്കുന്നു എന്നൊക്കെയാണ്. അപ്പോൾ ആ കാര്യങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട. അതുകൊണ്ടല്ലേ ചിലത് ചർച്ചയാവുന്നു, ചിലത് ചർച്ചയാകുന്നില്ല എന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്.
അല്ല, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രവണതകൾ ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കാൻ കഴിയില്ല. കാരണം നമുക്കറിയാം, ഈ മാധ്യമങ്ങളെ നമ്മൾ നമ്മുടെ ഭരണഘടനാ തത്വങ്ങളനുസരിച്ച് ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന മാധ്യമങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ കാവൽഭടന്മാരാണ് എന്നുള്ളൊരു വിവക്ഷയാണ് പൊതുവായി ഉള്ളത്. പക്ഷേ എന്നാൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ഡോക്ടർ അൽകുമാർ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പ്രശ്നം, ഇതിൽ നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ചില വ്യക്തികൾ, അതിൻ്റെ കറക്റ്റ് നിജസ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും പറയുകയാണ്, അത്തരത്തിലുള്ളൊരു പ്രവണത തുടങ്ങുകയാണെങ്കിൽ ആ പ്രവണതയുടെ എന്താ പറയുക, അതിൻ്റെ അലയൊലികൾ മറ്റു മാധ്യമങ്ങളെയും കൂടി ബാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കാരണം മൊത്തം മാധ്യമ സംസ്കാരത്തെ തന്നെ തകർക്കുന്ന അത്തരത്തിലുള്ള പ്രവണതകൾ നമ്മൾ മുളയിലേ നുള്ളിക്കളയണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അങ്ങനെ ഉണ്ടായെങ്കിൽ നുള്ളിക്കളയണം. കാരണം മാധ്യമങ്ങൾ വലിയ ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കുണ്ട്. ആ ഉത്തരവാദിത്വം ശരിയായ പാതയിൽ ശരിയായ ബോധ്യം സമൂഹത്തിനുണ്ടാകുന്നതായിരിക്കണം. ശരിയായ കാര്യങ്ങൾ സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കണം. മാധ്യമങ്ങൾക്ക് തിരിച്ചൊരു ധർമ്മമുണ്ട്. മാധ്യമങ്ങൾ ഫോർത്ത് എസ്റ്റേറ്റ് ആണെന്ന് പറയുമ്പോൾ മാധ്യമങ്ങൾക്ക് പൊതുസമൂഹത്തോടെ വലിയ ധർമ്മമുണ്ട്. ആ പൊതുസമൂഹത്തോടുള്ള വലിയ ധർമ്മം നിറവേറ്റുവാൻ വേണ്ടിയുള്ള ഉയർന്ന പ്രവർത്തനമാണ് മാധ്യമപ്രവർത്തകരുടെയും എല്ലാ മാധ്യമങ്ങളുടെയും ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അതുതന്നെയാണ് എ വിജയരാഘവൻ ശരിയായ രീതിയിൽ ചൂണ്ടിക്കാട്ടിയത്. ശരി.